ഹലോ ഗെയ്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കണത് എന്താ, പണികളൊക്കെ കഴിഞ്ഞ് ചോറേക്കലൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. കുറച്ച് ഫ്രീ ആയിട്ട്. പിന്നെ വീഡിയോസൊന്നും അങ്ങനെ വേറൊന്നും രാവിലത്തെ വിശേഷങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഞാനിപ്പോൾ എടുക്കാൻ പോണത് ഞങ്ങളിപ്പോൾ ആദ്യം എന്താ പറയുക, തറവാടില്ലേ, ഇക്കാടെ തറവാട് ഒന്നൊക്കെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പാടി ഉമ്മാടി വീഡിയോ അവിടെ ഉപ്പം ഉമ്മ മാത്രം തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് കമൻറ്റ് ഉണ്ടായിരുന്നു വീടൊക്കെ ഒന്ന് കാണിക്കുമോ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇക്കാക്ക് ഇന്ന് ഇപ്പോൾ കളക്ഷനൊക്കെ പോയിക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഒക്കെ പോയി വന്നിട്ട് അവിടെ എന്തോ കണക്കും കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ട്. പൂച്ച കണ്ടില്ലേ, സുഡുവിന് എന്താ മീനൊക്കെ ഇട്ട് കൊടുത്തുട്ടോ, അതൊക്കെ കഴിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് തറവാടൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ എല്ലാവരും വരെ. അപ്പോൾ ഇതാണ് തറവാട്. ഇവിടേക്കാണ് എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവരുമ്പോൾ ഈ പെയിൻ്റൊന്നും അല്ലായിരുന്നു കേട്ടോ, ഒരു ചുമപ്പും വെള്ളയായിരുന്നു. അപ്പോൾ ഫ്രണ്ടിൽ മാത്രമേ ഇവിടെ പെയിൻ്റ് അടിച്ചിട്ടുള്ളൂ. എന്താ എന്താ പറയുക, ഞാനൊക്കെ ഉണ്ടായിരുന്നു ആ സമയം. ഈ പെയിൻ്റ് അടിക്കുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. ഒരു എന്താ ബാക്ക് വശമാണ്. പിന്നെ ഈ സൈഡിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ, മൊത്തം ഒരു 5 സെൻറ്റ് ആയിരുന്നു. 10 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു. പിന്നെ അവർ വഴിക്കൊക്കെ കൊടുത്തു. പിന്നെ അപ്പുറത്തെ ഒരു ചായക്കട ഉണ്ട്, അതിന് സ്ഥലം കൊടുത്തു. അങ്ങനെ ഉപ്പാക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ട്, മില്ലിൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് സ്ഥലം എന്തോ കൊടുക്കേണ്ടി വന്നു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്ക് അറിയില്ല. പിന്നെ 3 സെൻറ്റിലാണ് ഞങ്ങളിപ്പോൾ വീട് വെച്ചേക്കണം കേട്ടോ. അവിടെ ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ, തിരുമണകല്ലും ബാത്റൂമും കൊട്ടത്താളും വിറകുപരിയും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റിയിട്ടാണ് ഇപ്പോൾ അവിടെ വീട് വെച്ചത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പം മാത്രമേ തന്നെ ഉള്ളൂ. പിന്നെ ഇടയ്ക്ക് കുട്ടികളൊക്കെ ഇങ്ങനെ വരും, ഞാനും വരും. ഇപ്പോൾ ഞാൻ വന്നിട്ട് കുറച്ചായിട്ട് അങ്ങോട്ട് വന്നിട്ട് അപ്പോൾ ഒന്ന് കയറി നമുക്ക് ഇനി സിറ്റ് ഔട്ടിക്ക്. അപ്പോൾ ഇതാണ് ഉമ്മറത്തേക്ക് അങ്ങോട്ട് കയറി. ഇപ്പോൾ അവിടെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ചോറ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉപ്പാടെ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം ഇന്ന് ആശുപത്രിക്കൊക്കെ പോയിക്കായിരുന്നു. അപ്പോൾ ഡോക്ടറൊക്കെ കാണാൻ പോയിട്ട് വന്ന് വെള്ളമൊക്കെ ഒന്ന് ചൂടാക്കി കൂളിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഇപ്പോൾ ചോറ് കഴിക്കട്ടോ. അപ്പോൾ ഉമ്മറത്ത് തന്നെ സോഫ സീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കണ്ടില്ലേ, ഇതിങ്ങനെയായിരുന്നു കേട്ടോ. ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോഴുള്ള പെയിൻറ്റിൻ്റെ കളർ അങ്ങനത്തെ ഒക്കെ ഡിസൈനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചോദിക്കും, എന്താ ഇപ്പോൾ കല്യാണമൊക്കെ ആകുമ്പോൾ നമ്മൾ വിളിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ ചോദിക്കും എന്ത് കളറാണ് പെയിൻറ്റ് അടിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ പറയും റെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അടിച്ചതാട്ടോ അതൊക്കെ. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ മണിയറ. ഉമ്മറത്തെ തന്നെ റൂമായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ട ചമരുമ്മ ഒക്കെ ഇങ്ങനെ ഡിസൈനൊക്കെ പിള്ളേർ മണിയറൊക്കെ ഒതുക്കേണ്ടതാട്ടോ. കുറേ സംഭവങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. റോസാപ്പൂവ്, ഒരുപാട് ഡിസൈനുകളൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ പറിച്ച് കളഞ്ഞു കേട്ടോ. അപ്പോൾ ഉപ്പ കിടക്കണത് ഇവിടെയാണ് കേട്ടോ. ഉപ്പാടെ കിടക്കുക ഇവിടെ, എല്ലാ സാധനങ്ങളും ഉപ്പ ഇവിടെ കുറഞ്ഞു വെച്ചു. ഞങ്ങൾ അങ്ങോട്ട് മാറിയപ്പോൾ ഉപ്പാടെ എല്ലാ സംഭവങ്ങളും ഇവിടെ കുറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് അങ്ങനെ പോയി ചോറ് കഴിക്കുകയാണ് കേട്ടോ. അതാണ് ഇങ്ങനെ നിസ്കാരപ്പായ അങ്ങനെ ഇങ്ങനെ മറച്ച് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഒക്കെ അങ്ങനെ അലങ്കോലമായിട്ട് കുറച്ചൊക്കെ കിടക്കുന്നുണ്ട്. ഉമ്മ ഇവിടെ ഇല്ല, ഉമ്മ പണിക്ക് പോയിക്കാണ്. അപ്പോൾ ഉപ്പാടെ എല്ലാ സംഭവങ്ങളും ഞങ്ങൾ കിടന്നിരുന്ന റൂമിലേക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ അങ്ങോട്ട് മാറിയിട്ട് ഇപ്പോൾ 6 കൊല്ലമായി. അപ്പോൾ ഇതാണ് ഉമ്മറത്ത് തന്നെ ഒരു റൂം. പിന്നെ ഇപ്പോൾ അതാണ്ടാ ചോറ് കഴിക്കുക. അപ്പോൾ ഞാൻ ഉപ്പാട് ചോദിക്കുന്നുണ്ട് എന്താ കൂട്ടാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മുരിങ്ങയുടെ ഇലയെന്നൊക്കെ പറയാട്ടോ. അങ്ങനെ ഉപ്പ പറയുന്നുണ്ട് ഈ വീഡിയോ എടുത്തോ, ഞാൻ അവിടെ ഇരുന്ന് ചോറ് കഴിച്ചോണ്ട് എന്നൊക്കെ പറയാട്ടോ. ഇപ്പോൾ അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ പറയുകയാണേ. അപ്പോൾ ഉപ്പാക്ക് ഇടയ്ക്കൊക്കെ ചായ കുടിക്കണം. നേരം വെളിച്ചാകുമ്പോൾ സുബഹിക്ക് നീച്ച് കഴിഞ്ഞാൽ ചായ കുടിക്കണം. അപ്പോൾ ഫ്ലാസ്കിൽ എപ്പോഴും ചായ ഉണ്ടാവും. റസ്ക് മുക്കി തിന്നോട്ട് ഉപ്പ. പിന്നെ ഒരുപാട് മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ TV ഉണ്ടല്ലോ, കുറേ കൊല്ലമായി ഇത്രേ. ഇക്ക പറയുക കുറേ കൊല്ലമായി, അങ്ങനെ നാശമായിട്ടൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഇതാണ് ചെറിയൊരു ഹാള്. ഞാനിവിടെ ഇട്ട ഒരു കല്യാണം കഴിഞ്ഞിപ്പോൾ എത്ര കൊല്ലം അവിടെ താമസിച്ച്, 6 കൊല്ലമായിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് മാറിയിട്ട്. അതുവരെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ എല്ലാവരും കൂടിയിട്ട് നിൽക്കാനുള്ള സൗകര്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരു 3 സെൻറ്റ് സ്ഥലം ഇക്കാട് പേരിലാക്കി കൊടുത്തിട്ട് അങ്ങനെ വീട് വെച്ചതാണ്. പിന്നെ ഇതൊരു റൂം കേട്ടോ. ഇപ്പോൾ ഇമ്മ കിടക്കുന്ന റൂം ഇതാണ്. പിന്നെന്താ, ഇപ്പോൾ കുറേ സംഭവം ഡ്രസ്സൊക്കെ അങ്ങനെ വെച്ചേക്കാട്ടോ. അമ്മ അങ്ങനെ പണിക്ക് പോവല്ലേ, അപ്പോൾ ഇങ്ങനെ ഒതുക്കാനും പിടിക്കാനൊന്നും നേരമില്ല. അപ്പോൾ ഒക്കെ വന്നിട്ട് തന്നെ ഒക്കെ ചെയ്യാൻ തോന്നുന്നുണ്ട്. അങ്ങനെ എന്താ ഹാളിലൊരു റൂമുണ്ട്. പിന്നെ ബാത്റൂമൊക്കെ ഉള്ളിൽ തന്നെയായിരുന്നു, ഉള്ളിൽ തന്നെയാണ്. അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ബാത്റൂമിൻ്റെ അതൊന്നും എടുക്കാൻ മറന്നു പോയിട്ട് ഗെയ്സ്. പെട്ടെന്നൊന്നും അങ്ങനെ ബാത്റൂമിൻ്റെ ഭാഗം കാണില്ല. അപ്പോൾ ഒരു ഹാളും റൂമും പിന്നെ 2 റൂമുണ്ട്. അപ്പോൾ ഇതാണ് അടുക്കളയ്ക്ക്. ഈ വാതിൽ തുറക്കണതിൻ്റെ ഈ സൈഡിലായിട്ട് തന്നെയാണ് കേട്ടോ എന്താ ബാത്റൂം. അത് ഞാൻ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അടുക്കളയിലേക്ക് വർക്ക് ഏരിയ ഭാഗങ്ങളൊക്കെ തന്നെയാണ്. സ്റ്റോർ റൂമും അതിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഒരുപാട് സംഭവങ്ങളൊക്കെ കിട്ടിയ ഒന്നും കളയില്ല കേട്ടോ.
ഒക്കെ അവിടെ ഇവിടെ ഇങ്ങനെ വെക്കും. എന്നിട്ട് ഉമ്മ ഇപ്പം ഇങ്ങനെ തല്ലുകൂടുന്ന കേൾക്കാം. കണ്ണും കണ്ടതൊക്കെ ഉണ്ട് ഇവരുടെ ഓരോ സംഭവങ്ങൾ. ഇതൊക്കെ എവിടെയെങ്കിലും ഒതുക്കുമ്പോഴൊക്കെ ഉമ്മാക്ക് പണിയില്ലാത്ത ദിവസം ഉമ്മാക്ക് ആകെ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ തല്ലുകൂടുന്ന കേൾക്കാം. അപ്പോൾ ഈ ഫ്രിഡ്ജ് കല്യാണത്തിന് അടുക്കള കാണാൻ വരുമ്പോൾ കിട്ടിയ ഫ്രിഡ്ജ് ഇത് നാശമായപ്പോൾ ഇത് ആർക്കും കൊടുത്തൊന്നുമില്ല, അത് അങ്ങനെ വെച്ചേക്കുക. അപ്പോൾ കുറേ ചാക്കും കാര്യങ്ങളും ആവശ്യമില്ലാത്തൊക്കെ അതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പാക്ക് അങ്ങനെ ഒന്നും കളയണതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഇതാണ് അടുക്കള. അടുക്കളയിൽ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ വിറകൊക്കെ ഒരു മാറ്റവും ഇല്ല കേട്ടോ, ഇതേപോലെ തന്നെ ഒരു വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ടാർപ്പായ വിരിച്ചേക്കണത് ഈ കരിമണ്ണും ഈ അടുപ്പ് കത്തിക്കല്ലേ, അപ്പോൾ കരിയൊന്നും പാത്രത്തേക്കൊന്നും ആവണ്ട വെച്ചിട്ട് ടാർപ്പായ അതിൻ്റെ മുകളിൽ കൂടെ പാത്രത്തിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഇട്ടേക്കാണ് കേട്ടോ. അതൊക്കെ ഉമ്മയുടെ ഐഡിയയാണ്. ഉമ്മ ചോറിനാൻ വന്നപ്പോൾ ഇത്തിരി പച്ചരി ഉഴുന്നൊക്കെ വെള്ളത്തിലൊക്കെ ഇട്ട് പോയിട്ടുണ്ട്, ദോശയ്ക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടിയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ചോറ് വയ്ക്കണ ചോറ് വയ്ക്കണ ചെമ്പല്ല കേട്ടോ, വെള്ളം ചൂടാക്കണ ചെമ്പും ഒരു മാറ്റവും ഇല്ല കേട്ടോ. ഇതന്നെയാണ്, ഒരു മാറ്റവും ഒന്നുമില്ല. അങ്ങനെ ഇവർക്കൊന്നും കളയണതൊന്നും ഇഷ്ടമല്ല, ഒക്കെ അങ്ങനെ എടുത്ത് വയ്ക്കുക അല്ലെങ്കിൽ വല്ല ചാക്കിലാക്കി വയ്ക്കുക ഒക്കെ ചെയ്യും. എന്തെങ്കിലുമൊക്കെ ഞാനൊക്കെ എന്തെങ്കിലും ഉള്ളപ്പോൾ എന്തെങ്കിലുമൊക്കെ കളഞ്ഞു കഴിഞ്ഞാണല്ലോ, എന്തിനാ മോളെ അതൊക്കെ കളഞ്ഞ്, അതൊക്കെ ആവശ്യമുള്ളതാണ് പറഞ്ഞിട്ട് ഇക്കൊക്കെ ദേഷ്യം. ഞാനൊക്കെ വരുമ്പോൾ ഒക്കെ വൃത്തി കൂടുതലൊക്കെ ഒതുക്കലും പിടിക്കലും കൂടുതലേക്ക്. അപ്പോൾ ഒക്കെ ഓരോന്നൊക്കെ അങ്ങനെ കളയുമ്പോൾ അതൊന്നും കളയണ്ട, അതൊക്കെ അവിടെ വെച്ചോ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. ഉപ്പ ഉമ്മ അതൊന്നും കളയില്ല, ഒക്കെ അവിടെ ഇവിടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് അങ്ങനെ വെക്കും. അപ്പോൾ അങ്ങനെ ഇത് കണ്ട അടുത്താണ് കേട്ടോ, എന്തുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചാൽ കേൾക്കും. ഒരു ജനല, ഈ റൂമിൻ്റെ ജനല തുറന്നു കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുകയൊക്കെ ചെയ്യട്ടെ. അപ്പോൾ കുട്ടികൾക്ക് വയ്യാണ്ടാകുമ്പോൾ ഉപ്പ വന്നിട്ട് ഈ ജനലുമ്പോൾ ഇങ്ങനെ കൊട്ടും, എങ്ങനെ ഉണ്ട് കുറവുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ ഒരു എന്താ പറയുക, അടുത്ത് തന്നെയാണ്, എന്തുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കിണർ അങ്ങോട്ട് പാടില്ല പറഞ്ഞപ്പോൾ ഇങ്ങനെ അതൊക്കെ തിരിച്ച് കെട്ടിയിട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു അമ്മിത്താറൊക്കെ കണ്ടില്ലേ, അമ്മിയുമൊന്നും അരക്കലൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ അവിടെ ചോറ് വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് ചോറിന് വെള്ളം വയ്ക്കുക. അപ്പോൾ അങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യാട്ടോ ഇപ്പം അവിടെ. അപ്പോൾ എന്താ ഇപ്പോൾ ചോറിന് വെള്ളം വയ്ക്കണ, എന്താ ഉച്ചയ്ക്ക് ചോറ് വെച്ചില്ല. അപ്പോൾ ഇന്നലത്തെ ചോറുണ്ടായിരുന്നു, അത് തിളപ്പിച്ച് ഊറ്റിയിട്ട് ഉച്ചയ്ക്ക് കഴിച്ചു. ഇനി ചോറ് വയ്ക്കാനുള്ള വെള്ളം വയ്ക്കുക എന്നൊക്കെ പറയാട്ടപ്പോൾ. അപ്പം ഞാൻ ഉപ്പാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ ഇന്നലത്തെ മിന്നാത്തൊന്നും കഴിക്കല്ലേ, അന്നാന്നത്ത് വെച്ച് കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഉപ്പാക്ക് എന്നോട് പറയാനൊരു പേടി, നാശമായിട്ടൊന്നും ഇല്ല മോളെ, ചോറൊന്നും നാശമായിട്ടില്ല എന്നൊക്കെ പറയാട്ടോ ആൾ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, അതൊക്കെ കണ്ടില്ലേ, തറവാടൊക്കെ കണ്ട് ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേനും പിള്ളേരൊക്കെ വന്നുട്ടാ. കുട്ടികളെയൊക്കെ വിളിച്ച് കൊടന്നു, അവർക്കൊക്കെ ചായ കൊടുക്കുകയാണ്. പിന്നെ ഫൈസി പറയുന്നുണ്ട് സൗണ്ട് പോയിട്ടുണ്ട് അമ്മച്ചി എന്നൊക്കെ ഇങ്ങനെ പറയണേ. കിടന്ന് ഓളിയിട്ടുണ്ടാവും, പിള്ളേരൊക്കെ ആയിട്ട് ഇങ്ങനെ കളിയും ഓളിയിടലും ബഹളവും. ടീച്ചർമാരൊക്കെ സമ്മതിക്കണം കേട്ടോ അങ്ങനെ അവരെയൊക്കെ ഒതുക്കാനായിട്ട്. അപ്പോൾ സൗണ്ട് ഉണ്ട് അവൻ്റെ അടഞ്ഞിട്ട് വന്നേക്കണു. അപ്പോൾ എന്താ തൊണ്ട വേനയ്ക്കുണ്ടോയെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അതൊന്നുമില്ല, ഫോണിൽ നോക്കിയിട്ട് ഗെയിം ഇങ്ങനെ കളിക്കട്ടാ. വന്ന വശമൊക്കെ ഫോൺ എടുത്ത് കൊടുക്കും. എത്ര പറഞ്ഞാലും കേൾക്കില്ലേ, ഫോൺ കൊടുക്കല്ലേ. അതവിടെ എന്താ കുട്ടിക്ക് അതിലിങ്ങനെ കുമ്പിട്ടിട്ട് പെരടി ഇങ്ങനെ വേനിച്ചിട്ട് ഒരു ദിവസം എന്താ ഗുളിക കൊണ്ടുകൊടുക്കാനൊക്കെ പോയി, എന്താ പറയുക, സ്കൂളിലേക്ക്. അപ്പോൾ അങ്ങനെ എത്ര പറഞ്ഞാലും ഇവർ പ്ലീസ് ഉമ്മച്ചി കുറച്ച് നേരം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ കൊടുത്ത് പോവുകയാണ്. അതവർ മുതലാക്കും, ഇങ്ങനെ ഇരുന്ന് കാണും, ഇതന്നെ പണി. അപ്പോൾ ചായ ചോദിച്ച ആൾ ചായ കുടിക്കാണ്ട് അവിടെ വെച്ചേക്കട്ടെ. ഇനി തണുത്ത് കഴിഞ്ഞാൽ കുടിക്കാൻ പറ്റില്ല, പാൽ ചായ ചൂട്ടോടൊക്കെ കുടിക്കേണ്ടതല്ലേ നല്ലത് അല്ലേ. ഇവർക്ക് രണ്ടാൾക്കും നല്ല ചൂടാറിയിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇത്തിരി ചൂടുണ്ടെങ്കിൽ അയ്യോ എന്തൊരു ചൂടാ പറഞ്ഞിട്ട് ഒരു സൗകര്യം തരില്ല. ചായയൊക്കെ ഇത്തിരി ചൂട്ടോടങ്ങനെ കുടിക്കുന്നൊക്കെ പറയുന്നുണ്ട് ഞാനിട്ടാ. അപ്പോൾ ഞാൻ ഇക്കാട് പറയുന്നത് ചായ കുടിക്കുക, ചായ ഇത് അവിടെ ഇരുന്ന് തണുക്കുള്ളൂ എന്നൊക്കെ പറയുക. അല്ലെങ്കിൽ ചായ ഇങ്ങനെ ചോദിച്ചിട്ട് നോക്കും, ഇപ്പോൾ ചായയും കുടിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഇന്നെ പറയുമ്പോൾ ദേഷ്യം വരികയാണേ. നല്ല സിനിമ തോന്നുന്നുണ്ട്, അത് ഇരുന്ന് കാണുക. അപ്പോൾ ഇന്നെ ഒരു പിച്ചാനൊക്കെ നോക്കുകയാണ് ഇയാൾ. അപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് ചായയൊക്കെ കുടിക്കുകയാണ്. ചായക്ക് കടി ഒന്നുമില്ല കേട്ടോ. എന്താ പറയുക, ഞാൻ ഇവർക്ക് ചോറ് വേണോ ചോദിച്ചു. അപ്പോൾ ചോറൊന്നും വേണ്ട, അവർക്ക് ബിസ്ക്കറ്റ് മതി, വേറെ എന്തെങ്കിലുമൊക്കെ മതി പറയുക. ഒന്നും ഉണ്ടാക്കിയില്ല, ഒന്നുമില്ല, എന്താ ഉണ്ടാക്കാന്നൊരു പിടിയില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉണ്ണിമോള് വരട്ടെ, അവൾ വന്നിട്ട് എന്തെങ്കിലും ഇഷ്ടമുള്ളതൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ ഇക്കാടെ മുടിയൊക്കെ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് കുഞ്ഞോള്. ഇക്ക ബാക്കിലേക്ക് മുടി വളർത്തുന്നുണ്ടല്ലോ, ബാക്കിൽ തന്നെ മുടിയുള്ളൂ കേട്ടോ. ഫ്രണ്ടിൽ മുടിയൊക്കെ ഈ ഹെൽമെറ്റൊക്കെ വെച്ചിട്ടൊക്കെ പോവുക. എന്നാലും കുറേശ്ശൊക്കെ ഇങ്ങനെ കിളിർത്ത് വരുന്നുണ്ട് തോന്നുന്നുണ്ട്, ആദ്യത്തിനെക്കാട്ട് ഇതായിട്ട് വരുന്നുണ്ട് കേട്ടോ മുടിയൊക്കെ.
അപ്പോൾ ബാക്കിൽ നന്നായി മുടി വളരുന്ന അപ്പോൾ ഇവരെയും കൊണ്ട് നേരെ മുടിയുമ്പോൾ റബ്ബർ ബാൻഡ് ഇടിക്കില്ല പണി. അപ്പോൾ ഇക്കാട് ഉപ്പ വന്നു, ലോട്ടറി എടുത്തിട്ടുണ്ട് ഇക്കാട് ഉപ്പേ. ഉണ്ണി ഏതൊന്ന് നോക്കി നോക്കിയെന്ന് പറഞ്ഞിട്ടാട്ടോ ഇക്കാട് ഉപ്പ വരുന്നത്. അപ്പോൾ ഇക്കടയിലത്തെ കൊണ്ട് കൊടുക്കുക, ഇക്കാനെ കണ്ടില്ലെങ്കിൽ ക്ലബിലേക്ക് പൂട്ടാം ഇക്കാനെ അന്വേഷിച്ചിട്ട്. അപ്പോൾ ഫൈസീനൊക്കെ ഒന്ന് പോയി നോക്കാൻ പോവുകയാണ്. അവന് ഭയങ്കര ഇഷ്ടമാട്ടാ. ആകെയുള്ളൊരു ആൺതരി ഇവൻ തന്നെ ഉള്ളൂ. നെസിക്കാക്ക വെച്ചെങ്കിൽ 2 പെൺകുട്ടികൾ, എന്താ വീട്ടിലെ എൻ്റെ അനിയത്തിക്ക് വെച്ചെങ്കിൽ 2 പെൺകുട്ടികൾ, ഇവന് മാത്രം ഒരു ആൺകുട്ടിയായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ് പൈസേനെ. ഉപ്പാടെ അതേ സ്വഭാവം പൈസയ്ക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടതൊക്കെ എടുത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കും. അങ്ങനെ എന്താ ഉണ്ണിമോളോട് ഞാൻ പറയുക കടയ്ക്ക് പോടി പറയുമ്പോൾ അവൾക്ക് വയ്യ. സ്കൂളിൽ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഡാൻസ് കളിച്ച് കൂത്ത് പറഞ്ഞിട്ടൊക്കെ വരുന്നേ. അപ്പോൾ എന്നോട് കടയ്ക്ക് പോകാൻ പറയുകയാണേ. അപ്പോൾ ഞാനും പറയുന്നുണ്ട് എനിക്ക് വയ്യൊക്കെ പോക്ക് കടയിൽ വണ്ടിയിലേ പറയുമ്പോൾ ഈ മൈമുട്ടിക്കാടെ കടയ്ക്ക് പോകാനിപ്പോൾ എനിക്ക് ഞാൻ ബൈക്ക് എടുക്കണം, ഈ ഒന്ന് നടന്ന് പോടി എന്നൊക്കെ പറയുക്കാക്കും വയ്യൊക്കെ. എന്നിട്ട് അങ്ങനെ കമന്നാൻ കിടന്നു കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഞാൻ എന്നെ കടയ്ക്ക് ഇറങ്ങി 100 ഉറുപ്പ്യം തന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എന്താ ചെയ്ത് വെച്ചിങ്ങനെ 50 ഉറുപ്പ്യ കടാക്കിയിട്ടാണ് പോന്നു കേട്ടോ. അപ്പോൾ 100 ഉറുപ്പ്യക്ക് എന്താ പറയുക, ഒരു കർമുറ പോലത്തെ ഒരു സംഭവം മേടിച്ചു. അതിന് 100 ഉറുപ്പ്യല്ല കേട്ടോ, 120 ഉറുപ്പ്യ കേട്ടോ അതിന്. പിന്നെ 30 ഉറുപ്പ്യയുടെ ഒരു ബിസ്ക്കറ്റും മേടിച്ചു. അപ്പോൾ എൻ്റെ ഈ 50 ഉറുപ്പ്യയുടെ കട ആയില്ലേ, ആകെ 100 ഉറുപ്പ്യ തന്നിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ കടം പറഞ്ഞിട്ട് പോന്നപ്പോൾ ഇക്കാട് പറഞ്ഞു, അയ്യോ എന്നെ പറഞ്ഞേക്കണ്ടേന്നില്ലേ, ഞാൻ എന്നെ പോയാൽ മതിയായിരുന്നു, ഈ ഇങ്ങനെ തന്നെ കാട്ടി വരുള്ളൂ പറഞ്ഞിട്ട് നല്ല ചിരിയായിരുന്നു കേട്ടോ ആള്. അപ്പോൾ എന്താ പോക്ക്, ഞാൻ അവളെ കൈയൊക്കെ പിടിച്ച് അങ്ങനെ പോകട്ടോ. കുഞ്ഞോള് പിന്നാലെ ഉണ്ട് പറഞ്ഞിട്ട് അങ്ങനെ കൂടിയതാട്ടോ അവള്. അപ്പോൾ സാധനമൊക്കെ മേടിച്ചിട്ട് വരികയാണ്. അപ്പോൾ ഉണ്ണിമോൾ അവിടെ നിന്ന് വീഡിയോ പിടിക്കുകയാണ്. അപ്പോൾ അതാ ബിസ്ക്കറ്റ്, ഇവൾക്ക് ഇതന്നെ വേണ്ടോ, ഈ ബിസ്ക്കറ്റ് മതി പറഞ്ഞിട്ട് അതന്നെ എടുത്തു. പിന്നെ അവരൊക്കെ ഇരുന്ന് കഴിക്കാട്ടാ. അപ്പോൾ ഇക്ക അവിടെ വന്നിട്ട് നല്ല ചിരി എന്നെ കണ്ടിട്ട്, അയ്യോ എനിക്ക് തന്നെ പോയാൽ മതിയെന്ന് പറഞ്ഞിട്ട് നല്ല ചിരി. എൻ്റെ കാരിയിൽ കടയ്ക്ക് പറഞ്ഞേക്കോ പറഞ്ഞിട്ട് നോക്കി ഇന്ന് ചിരിക്കാട്ടാ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി നാളെ മേലൊക്കെ എന്നെ പറഞ്ഞേക്കരുത് കേട്ടാ. ഇപ്പം മനസ്സിലായില്ല എന്നെ പറഞ്ഞേച്ചുള്ള ഗുണം പറഞ്ഞിട്ടാ. എന്തായാലും ഇപ്പോൾ നാളെ ചായക്ക് കടി വാങ്ങണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേടിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നടക്കട്ടെ, 50 ഉറുപ്പ്യല്ലേ ഞാൻ കൊടുത്തോണ്ട് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടാ. അപ്പോൾ ഇനി എന്താ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെയാണ്. കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തറവാടൊക്കെ കണ്ടില്ലേ നിങ്ങൾ. എല്ലാ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റൊക്കെ ഇടുക. ഇനിയിപ്പോൾ ഇവരെ മദ്രസയിൽ പറഞ്ഞേക്കണം, ഒരാൾക്ക് ട്യൂഷന് പോകണം, അങ്ങനെ കുറേ പാത്രങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് കഴുകി വെക്കണം. ഇനി കുറച്ച് പണിയുണ്ട്, വെള്ളത്തിന് പോകണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്ര ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.